ഹലോ ഫ്രാൻസ്, ഇറ്റ്സ് മീ മുസ്തു. വെൽക്കം ടു MKM ഡയറീസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു ഫോൺ വാങ്ങുകയാണെങ്കിൽ ടെക് റിവ്യൂവേഴ്സിൻ്റെ വീഡിയോസ് കാണും, അൺബോക്സിങ് വീഡിയോസ് കാണും, അതേപോലെ തന്നെ ടെക് എന്തൂസിയാസ്റ്റുകളുടെ വീഡിയോസ് ഇരുന്ന് കാണും. പക്ഷേ ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് ബിസിനസ് ഉണ്ടാക്കാൻ പറ്റുന്ന സാധ്യത ഉള്ളൊരു മേഖലയാണത്. അപ്പോൾ കുറച്ചൊക്കെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആളുകൾ, എല്ലാവരുടെയും കാര്യമല്ല, കുറച്ച് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ചില ആളുകൾ ഇതൊക്കെ പേയ്മെൻറ്റ് നടത്തിയിട്ട് ഒക്കെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താ ചെയ്യുക, റിവ്യൂ യൂണിറ്റ് ഇവർ അയച്ചു കൊടുക്കുന്നതാണ്. ചില ആളുകൾ പറയുന്നത് ഞങ്ങൾ കൊളാബ് ചെയ്ത് ചെയ്യുന്നതാണ് എന്ന് ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർ പറയും, അല്ലാത്തവർ അതും പറയൂല. ഇവർ എന്നിട്ട് എന്തെന്ന് വെച്ചാൽ ഇവർക്ക് ചിലപ്പോൾ റിവ്യൂ ചെയ്യാൻ പൈസ കൊടുക്കുന്നുണ്ടാവും. ഈ പൈസ വെച്ചിട്ട് അപ്പോൾ പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇവർ എന്താണോ പറയുന്നത് ആ സ്ക്രിപ്റ്റ് അവർക്ക് അയച്ചു കൊടുത്താൽ കമ്പനി വെരിഫൈ ചെയ്തതിൻ്റെ ശേഷമാണ് ഇവർ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10-15 റിവ്യൂ ഒരു ഫോണിന് വേണ്ടിയിട്ട് കാണുന്ന സമയത്ത് അവരെ ഫോണിൻ്റെ നെഗറ്റീവായിട്ട് പറയുന്നത് ആർക്കും അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കുറച്ച് പോയിൻ്റൊക്കെയാണ് പറയാം. അപ്പോൾ അതിന് മോണോ സ്പീക്കറാണ്, ഡ്യുവൽ സ്പീക്കർ കൊടുക്കായിരുന്നു, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. പിന്നെ വാട്ടർ ഡ്രോപ്സ് നോച്ചാണ്, ഇത് മുന്നേ വന്നിരുന്ന സാധനമാണ്. വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് അത്, മറ്റേത് വഞ്ചോൾ കൊടുക്കാനും അത് പണ്ട് വരുന്ന സാധനമാണത്. അപ്പോൾ നിങ്ങൾ ഈ റിവ്യൂ യൂണിറ്റ് നോക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണല്ലോ റിപ്ലൈ വരിക. എന്താ വെച്ചാൽ അതെല്ലാവർക്കും നിങ്ങൾക്ക് നെഗറ്റീവ് 1-2 കാര്യങ്ങൾ പറയാമെന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് എന്ത് പറയണം എന്നുള്ളത് തീരുമാനിച്ചാരാണ്, ഓരാണ്, കമ്പനിക്കാരാണ് തീരുമാനിക്കുക. അല്ലെങ്കിൽ എന്നാൽ മാത്രമേ അവർക്ക് അഡ്വർടൈസ്മെൻറ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ റിവ്യൂ യൂണിറ്റ് അയച്ചു തരുള്ളൂ. അപ്പോൾ നന്നായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് കറക്റ്റ് ഫോൺ കിട്ടില്ല. കാരണം എന്താണ്, അവർ മര്യാദക്ക് കാര്യം പറയുന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഫോൺ കിട്ടില്ല, അവർ പൈസ കൊടുത്ത് ഫോൺ വാങ്ങേണ്ടി വരും. ഇതിൻ്റെ കറക്റ്റ് നിങ്ങൾക്ക് റെഫറൻസിന് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് സിദ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട് തമിഴിൽ ഒരു ചാനലുണ്ട്. അവർ തമിഴ് ടെക് വേൾഡിൽ ഉണ്ടായിരുന്ന പറ്റിക്കുന്ന ടൈപ്പ് സ്കാം പോലെ, സ്കാം എന്നൊന്നും പറയാൻ പറ്റില്ല, എന്താ വെച്ചാൽ ആൾക്കാരെ പറ്റിക്കുക. ഒരു എന്താ പറയുക, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യം പറയും ഞാൻ അത് വാങ്ങിയിട്ടുണ്ടോ എന്ന് പറയും. എന്നിട്ട് പിറ്റത്തെ സീസണിൽ എന്ത് ചെയ്യും, താടി പഠിച്ചിട്ട് അതേ ദിവസം 1 ദിവസം 2 ദിവസത്തെ വ്യത്യാസത്തിൽ പറയും ഞാൻ 1 മാസമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, സാധനം പൊളിയാണ്, പൊളപ്പനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സീക്വൻസ് ഓഫ് പരിപാടി പോയിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു അപ്രോച്ച് ഉണ്ടായിട്ടുള്ളത് നോക്കണം. അതിനുശേഷം തമിഴ് ഇൻഡസ്ട്രിയിലുള്ള അല്ലെങ്കിൽ തമിഴ് ടെക് വീഡിയോസ് ചെയ്യുന്ന ആളുകളൊക്കെ പിന്നെ ഒരു സിസ്റ്റം ഫോളോ ചെയ്തു. റിവ്യൂ യൂണിറ്റാണ്, ഇത് റിവ്യൂ യൂണിറ്റാണെന്ന് പറയും, ഇത് നമ്മൾ കൊളാബറേഷനിൽ ചെയ്യുകയാണെന്ന് പറയും, ഇത് പെയ്ഡ് പ്രൊമോഷൻ ആണെന്ന് പറയും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടുള്ളൊരു സിസ്റ്റം വന്നു തുടങ്ങി. പക്ഷെ മലയാളത്തിൽ ഇപ്പോഴും അങ്ങനത്തെ പരിപാടി ഇല്ല, ആൾക്കാർ സൈലൻ്റ് ആയിട്ട് ഇത് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്.